ഉപതെരഞ്ഞെടുപ്പുകളിലെ സിറ്റിംഗ് സീറ്റെല്ലാം വിജയിപ്പിച്ച ചരിത്രമാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശന്റേത്. നിലമ്പൂരിൽ വിജയിച്ചാൽ LDF സീറ്റ് പിടിച്ചെടുത്ത പടത്തലവനാകും. എന്നാൽ വിജയപരാജയങ്ങൾക്കുമപ്പുറം സതീശനെതിരെ പുതിയ പോർമുഖം ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുണ്ടാകും. ശശി തരൂരിന് മാത്രമല്ല പരിഭവം. ഉപതെരഞ്ഞെടുപ്പ് തോറ്റാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സതീശൻ ഏറ്റെടുക്കേണ്ടി വരും. അൻവർ എന്ന എഫക്റ്റിനെ മെരുക്കിയെങ്കിലും അതിലൊരു റിസ്ക് ഫാക്ടറുണ്ട്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഇനിയൊരു ചർച്ചയില്ല. അൻവറിനെ വേണ്ടെന്ന് സതീശൻ ആവർത്തിച്ചിട്ടും രാത്രിയിൽ അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിൽ കോൺഗ്രസിന് കൈപൊള്ളിയിരുന്നു. മാങ്കൂട്ടത്തെ തലോടി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതോടെ ഉഗ്രശാസനകളും ഏകാധിപതിയും പാർട്ടിയിൽ വേണ്ടെന്ന മുന്നറിയിപ്പാണ് മറ്റ് നേതാക്കൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാട് മാറ്റിയെന്ന പ്രസ്താവന എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലീഗിന്റെയും നിലപാട്. ഒടുവിൽ പ്രചരണത്തിന് ക്ഷണിച്ചില്ലെന്ന പരിഭവവുമായി ശശി തരൂരും തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ്. നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും. അതിന് സമയം വരുമ്പോൾ ചെയ്യാം. പക്ഷേ ഇതൊരു ഇലക്ഷൻ കഴിയട്ടെ. കോൺഗ്രസിലെ സ്ഥിരം പരസ്യപ്പോര് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം മിണ്ടാതിരുന്നവർ ഇനി പൊട്ടിത്തെറിക്കുമോ? പാർട്ടി കോൺഗ്രസ് ആണ്. കാത്തിരുന്നു കാണാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.